സർക്കാർ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് കെഎസ്യു ഉന്നയിച്ച വിമർശനങ്ങളിൽ കോൺഗ്രസിൽ ചേരിപ്പോര് കനക്കുകയാണ്. തിരുവനന്തപുരം ലോ കോളേജ് യൂണിറ്റ് കമ്മിറ്റി പ്ലീഡർ നിയമനത്തിൽ ഉന്നയിച്ച ആക്ഷേപങ്ങളോട് സതീശൻ നടത്തിയ പരിഹാസ രൂപേണയുള്ള പ്രതികരണം കെഎസ്യു പ്രവർത്തകർക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. പിന്നാലെ ഇത് കെസി പക്ഷം ഏറ്റെടുത്തു. ഇന്നിതിൽ ചേരിതിരിഞ്ഞുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായതോടെ പോര് പരസ്യമായിരിക്കുകയാണ്. ആസൂത്രിതമായ നീക്കത്തിനെതിരെ ശക്തമായി നിലപാടെടുക്കാനാണ് വി.ഡി. സതീശൻ പക്ഷത്തിന്റെ നീക്കം. അപ്പോൾ എന്താണ് കോൺഗ്രസിൽ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിയുന്ന പുതിയ സാഹചര്യം എന്നതാണ് ആദ്യം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ബുധനാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു കെഎസ്യുവിനെതിരെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ രംഗത്തെത്തിയത്. ഗവൺമെന്റ് പ്ലീഡറായി സജീവ RSS ബന്ധമുള്ള വ്യക്തിയെ നിയമിച്ചതിനെക്കുറിച്ചുള്ള കെഎസ്യു വിമർശനത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദ്യമുന്നയിക്കുമ്പോഴായിരുന്നു വി.ഡി. സതീശന്റെ വിമർശനം. തിരുവനന്തപുരത്തെ കെഎസ്യു ആണോ ഗവൺമെന്റ് പ്ലീഡറെ നിയമിക്കുന്നത് എന്നായിരുന്നു വി.ഡി. സതീശൻ ചോദിച്ചത്. കെഎസ്യുവിന് ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ എന്ത് കാര്യമെന്ന് ചോദിച്ച വി.ഡി. സതീശൻ ഒരു കാര്യവുമില്ല എന്നും പറഞ്ഞിരുന്നു. ഇതാണ് ഇപ്പോഴത്തെ പരസ്യ വിഴുപ്പലക്കലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പരാമർശത്തിൽ പ്രതിഷേധിച്ച് കെഎസ്യുവിന്റെ അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അതൃപ്തി അറിയിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചിരുന്നില്ല. അത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇന്ന് തർക്കം നിലനിൽക്കുന്നതിനിടെ ആണ് വി.ഡി. സതീശനും അലോഷ്യസ് സേവ്യറും ഒരേ ചടങ്ങിൽ എത്തുന്നത്. കൊച്ചി SH കോളേജിലെ പരിപാടിയിലാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശനും അലോഷ്യസ് സേവ്യറും ഒരുമിച്ചെത്തിയത്. ഈ പരിപാടിയിൽ അലോഷ്യസ് സേവ്യർ പങ്കെടുത്തിരുന്നു. വേദിയിൽ സംസാരിച്ചതിന് ശേഷം പുറത്തിറങ്ങിയ മുഖ്യമന്ത്രി അലോഷ്യസ് സേവ്യറെ കാണാതെ മടങ്ങുകയായിരുന്നു. സതീശനെ കാണാൻ അലോഷ്യസ് കാത്തുനിന്നുവെങ്കിലും വി.ഡി. സതീശൻ മുഖം കൊടുത്തില്ല. മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യമായാണ് വി.ഡി. സതീശൻ ഈ കലാലയത്തിൽ എത്തുന്നത്. അവിടെയാണ് ഇത്തരമൊരു നാടകീയ സംഭവങ്ങളും ഉണ്ടായത്. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ സർക്കാരിന് പിശക് പറ്റിയത് ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്തതെന്നും ചിരിക്കുന്നതാണ് തന്റെ രാഷ്ട്രീയമെന്നും അലോഷ്യസ് സേവ്യർ പിന്നീട് പ്രതികരിച്ചു. ഞങ്ങളുടെ എതിർദിശയിൽ നിന്നുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു കൂട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി UDF ഭരിക്കുന്ന ഈ കാലഘട്ടത്തെ ഗവൺമെന്റ് പ്ലീഡറായി കടന്നു വരുമ്പോൾ എന്റെ പ്രവർത്തകർ കെഎസ് യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രതിനിധികൾ ഉയർത്തുന്ന വികാരത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ് എന്റെ രാഷ്ട്രീയം, ഞാൻ പഠിച്ച രാഷ്ട്രീയം. അത് ഈ സർക്കാരിന്റെ മുൻപിൽ ചൂണ്ടിക്കാണിച്ചു എന്നത് മാത്രമാണ് കെഎസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ചെയ്തതൊരു തെറ്റ്. അത് തെറ്റാണെന്ന് ഈ സർക്കാരിന് തോന്നുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഇനിയും ആവർത്തിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ നേരിട്ട് വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതിനൊരു വിമർശനമായി കണക്കാക്കേണ്ട കാര്യം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു പോരായ്മ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി, അത് ചൂണ്ടിക്കാണിച്ചു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോ ഇന്ന് ഈ വിഷയത്തിലുള്ള അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ വി.ഡി. സതീശൻ ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥി സംഘടനാ നേതൃത്വം നേരത്തെ കെഎസ്യു ഈ വിഷയത്തിൽ വിദ്യാർത്ഥി സംഘടനാ നേതൃത്വങ്ങൾ നേരത്തെ തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നതാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പരസ്യ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അതിൽ AP അനിൽകുമാർ രംഗത്ത് വന്നു. നമുക്കറിയാം AP അനിൽകുമാർ കെ.സി. വേണുഗോപാലിന്റെ ഏറ്റവും വിശ്വസ്തനാണ്. വിമർശനങ്ങൾക്ക് പരിധിയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കെഎസ്യുമായി ബന്ധപ്പെട്ട് കെഎസ്യു എന്ന സംഘടനയുടെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് ശരിക്കും ഈ വിഷയത്തിൽ എന്താണ് നിലപാട് എന്നത് വ്യക്തമാക്കുകയാണ് AP അനിൽകുമാർ ചെയ്തത്. പരാതികളും പ്രയാസങ്ങളും നേതൃത്വത്തെ അറിയിക്കാം. വിദ്യാർത്ഥി സംഘടനയ്ക്ക് നേതൃത്വം അത് ഗൗരവമായി എടുക്കും. അതിന്റെ പേരിൽ പരിധിവിട്ട വിമർശനങ്ങൾ പാടില്ല എന്നും പറയുകയായിരുന്നു AP അനിൽകുമാർ. പാർട്ടിയും സർക്കാരും രണ്ട് തട്ടിലല്ല എന്നും AP അനിൽകുമാർ വ്യക്തമാക്കിയിരുന്നു. അനിൽകുമാറിന്റെ പ്രതികരണം കൂടി കാണാം. അല്ല, അത്തരം അതൃപ്തികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ അവരത് പറയാം, ലീഡർഷിപ്പിനോട് പറയാം. അപ്പോൾ ആ ലീഡർഷിപ്പിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർഷിപ്പ് അത് ഗൗരവമായിട്ട് എടുക്കും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ പരിധിവിട്ട അഭിപ്രായ പ്രകടനങ്ങൾ പാടില്ല. അത് വിമർശനങ്ങൾ എപ്പോഴും ക്രിയാത്മകമായിരിക്കണം, സതുദ്ദേശപരമായിരിക്കണം. അത്തരത്തിൽ ഉള്ള വിമർശനങ്ങളെ അതേ രീതിയിൽ തന്നെ കാണുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരം. അപ്പോൾ അതല്ലാതെ അങ്ങനെ അവരോട് യുദ്ധം ചെയ്യാനൊന്നും ആരും പോകാറില്ല. എക്കാലത്തും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കത് പുതുമയായിട്ട് തോന്നേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ വിമർശനങ്ങൾ അതിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യുക, അതിനപ്പുറത്തേക്ക് പോകരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാൻ. ഇപ്പോൾ എല്ലാ കാലത്തും വിദ്യാർത്ഥി സംഘടനകൾ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നത് ഓർമ്മിപ്പിക്കുകയാണ് AP അനിൽകുമാർ. അത് കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചയുമായി കൂടി ചേർത്ത് വെച്ച് നമ്മൾ പറയണം. വി.ഡി. സതീശൻ തന്നെ, ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള വി.ഡി. സതീശൻ തന്നെ ഈ തിരുത്താൻ അതിലെ പ്രായം ഒരു
ഘടകമല്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ പ്രതികരണം, അദ്ദേഹത്തിൻ്റെ പഴയ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് AP അനിൽകുമാർ, അല്ലെങ്കിൽ അതിനെ കൂട്ടിയിണക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ വന്നിരിക്കുന്നത്. പ്ലീഡർ നിയമന വിവാദത്തിൽ പരോക്ഷ വിമർശനവുമായി മാത്യു കുഴൽനാടൻ MLAയും ഇന്ന് രംഗത്ത് വന്നു. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ തെരഞ്ഞെടുത്ത സർക്കാരാണ് ഇപ്പോഴത്തേത് എന്ന് പറയുന്നു. ആ ഉത്തരവാദിത്വം പാലിക്കേണ്ട ബാധ്യതയുണ്ട് സർക്കാരിനെന്നതാണ് കുഴൽനാടൻ ചൂണ്ടിക്കാട്ടിയത്. എരുതിയിൽ എണ്ണ ഒഴിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ പറയുന്നില്ല എന്ന സന്ദേശം ഈ വിഷയത്തിൽ മാത്യു കുഴൽനാടൻ നൽകുന്നത്. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി അധികാരത്തിലേറ്റിയ ഒരു സർക്കാരാണ്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരണം എന്നതാണ് മാത്യു കുഴൽനാടൻ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി KSU നേതാക്കളെ വൈകാതെ കാണുമെന്നാണ് പ്രതീക്ഷയെന്ന് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസും പറഞ്ഞു. എന്തെങ്കിലും തിരക്കുകൊണ്ടായിരിക്കും കഴിഞ്ഞ ദിവസം കാണാൻ കഴിയാതെ പോയത്. മുഖ്യമന്ത്രി യുവജന നേതാക്കളെ കാണാത്തതിന് കാരണം അദ്ദേഹത്തിനെ അറിയാവൂ എന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. പ്രത്യക്ഷത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ എന്ന് തോന്നുന്ന തരത്തിലല്ല പ്രതികരണമെങ്കിലും ഈ KC പക്ഷത്തോട് അല്ലെങ്കിൽ KCയോട് അടുത്ത് നിൽക്കുന്ന നേതാക്കളെല്ലാം മുഖ്യമന്ത്രിക്കെതിരായ പരാമർശങ്ങൾ തന്നെയാണ്, അതായത് KSUവിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ തന്നെയാണ് നടത്തുന്നത്. ദീപ്തിയുടെ പ്രതികരണം കൂടി കേൾക്കാം. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും കേരള വിദ്യാർത്ഥി യൂണിയനിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം കേരള വിദ്യാർത്ഥി യൂണിയനെതിരായിട്ട് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അദ്ദേഹം KSU പ്രസിഡന്റിനെ കാണാത്തതിന്റെ കാരണം അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. അതിനെന്തെങ്കിലും ചിലപ്പോൾ അസൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. വരും ദിവസങ്ങളിൽ അദ്ദേഹം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പ്രതീക്ഷിക്കുന്ന അങ്ങനെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും KSUവിനോട് ആലോചിച്ച് തീരുമാനിക്കാൻ കഴിയുമോ എന്നാണ് മന്ത്രി റോജി M. ജോൺ ചോദിച്ചത്. ഭരണപരമായ കാര്യങ്ങൾ സർക്കാർ തീരുമാനിക്കും. മുഖ്യമന്ത്രിയെ കാണാൻ ആർക്കും സാധിക്കും. പഴയ മുഖ്യമന്ത്രിയെ പോലെ കടക്ക് പുറത്തെന്ന് പറയുന്ന ഭരണ സംവിധാനമല്ല എന്നതാണ് റോജി M. ജോൺ സൂചിപ്പിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ, മന്ത്രിമാരെ കാണാൻ ഇവിടെ ആർക്കും ഒരു തടസ്സവുമില്ല. അത് മുൻകൂട്ടി അനുവാദം വേണ്ട, അത് കാണാം. നിങ്ങൾ അതിനപ്പുറത്തേക്ക് നിങ്ങൾ കൂടുതൽ അതിനകത്ത് വായിക്കാൻ പോകുമ്പോഴാണ് ഈ കുഴപ്പമുണ്ടാവുന്നത്. നിങ്ങൾ അതിനകത്ത് കൂടുതൽ വായിക്കാതിരുന്നാൽ ഇതൊരു കുഴപ്പമില്ല. KSU തീരുമാനിക്കേണ്ട കാര്യം KSU തീരുമാനിക്കും. കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യം കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കും. യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും INTUC, ഇങ്ങനെ ഈ പാർട്ടിക്ക് ഒത്തിരി സംഘടനകളുണ്ട്. അവരൊക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അവരവർ തീരുമാനിക്കും. ഗവൺമെന്റിന് ഭരണപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെന്റും ചെയ്യും. ഓരോ കാര്യങ്ങളും നമ്മളെല്ലാവരും അതിനൊക്കെ ഓരോ സംവിധാനം, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. എല്ലാ കാര്യവും KSUവിനോട് ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനോട് ആലോചിച്ചിട്ടോ അങ്ങനെയൊക്കെയല്ല ചെയ്യുന്നത്. അത് ഓരോ കാര്യങ്ങൾ ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് തക്കതായ സമയത്ത് തീരുമാനങ്ങൾ എടുത്തായിരിക്കും പാർട്ടി മുന്നോട്ട് പോകുന്നത്. എല്ലാ കാര്യവും യൂത്ത് കോൺഗ്രസിനോട് ആലോചിച്ച് ചെയ്യാൻ കഴിയില്ല എന്നതാണ് റോജി M. ജോൺ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ സംവിധാനത്തിനുള്ളിൽ നടക്കുന്നത് എന്നത് ചൂണ്ടിക്കാട്ടുകയാണ് റോജി M. ജോൺ ചെയ്തിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ അത് VD സതീശൻ പറഞ്ഞതിനോട് സാദൃശ്യം അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രതികരണമാണ് റോജി M. ജോൺ ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയെ VD സതീശനെ അനുകൂലിച്ചുകൊണ്ട് തന്നെ K. മുരളീധരൻ ഈ വിഷയത്തിലും രംഗത്തെത്തുന്നത് കൂടി നമ്മൾ കണ്ടു. KSUവിനെതിരായ മുഖ്യമന്ത്രി VD സതീശന്റെ പരാമർശത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. മുഖ്യമന്ത്രി KSUവിനെ തള്ളി പറഞ്ഞിട്ടില്ല എന്നും മുഖ്യമന്ത്രിയെ കാണാൻ ആർക്കും തടസ്സമില്ല എന്നുമാണ് K. മുരളീധരൻ പറയുന്നത്. നമ്മുടെ കുട്ടികളല്ലേ KSUക്കാർ, മുഖ്യമന്ത്രിയെ കാണാൻ അവർക്കൊരു തടസ്സവുമില്ല. വൈകിട്ട് 4 മുതൽ എല്ലാവരെയും മുഖ്യമന്ത്രി കാണുന്നുണ്ട്. ഇത്രയും ജനകീയനായ ഒരു മുഖ്യമന്ത്രി അടുത്ത കാലത്തുണ്ടായിട്ടില്ല എന്നും K. മുരളീധരൻ പറയുകയാണ്. അദ്ദേഹം എന്തായാലും ഈ വിഷയത്തിലും VD സതീശനൊപ്പം നിൽക്കുകയാണ്. KC വേണുഗോപാൽ ഈ വിഷയത്തിൽ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല എങ്കിലും അനുകൂലികളെ രംഗത്തിറക്കിയത് VD പക്ഷത്തെ വലുതായി ചൊടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാത്തതിലെ അതൃപ്തി KC പക്ഷം പ്രകടിപ്പിക്കുന്നതായാണ് VD സതീശൻ പക്ഷം ഈ വിഷയത്തിൽ ഉയരുന്ന ഈ പ്രതികരണങ്ങളെ കാണുന്നത്. ഒട്ടും വിട്ടുവീഴ്ച വേണ്ട എന്ന ഒരു നിലപാടിലേക്ക് കൂടി VD സതീശൻ പക്ഷം എത്തുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഇതിന്റെ ഭാഗമാണ് കോൺഗ്രസിലെ മാധ്യമ വക്താക്കളെ നീക്കണമെന്ന് VD സതീശൻ പക്ഷം ഇപ്പോൾ ആവശ്യപ്പെടുന്നതിന്റെ കാരണം. ജിൻഡോ ജോണിനെയും VR അനൂപിനെയും വക്താക്കൾ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് KPCCക്ക് കത്ത് നൽകിയിരിക്കുകയാണ് VD സതീശൻ പക്ഷം. എറണാകുളം DCC ജനറൽ സെക്രട്ടറി രാജു P. നായരാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. KPCC പ്രസിഡന്റിനും മാധ്യമ വിഭാഗം ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനുമാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ വിമർശിച്ചവർ വക്താക്കളായി തുടരുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാകും എന്നതാണ് പരാതിയിൽ രാജു P. നായർ ചൂണ്ടിക്കാട്ടുന്നത്. വന്ന
വഴികളും കൈപിടിച്ച മനുഷ്യരും വെറും ചവിട്ടുപടികൾ മാത്രമാണ്. പട്ടാഭിഷേകം കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ മറക്കുന്നത് രാജശീലമാണ് എന്നതാണ് KPCC വക്താവ്. നമുക്കറിയാം ചാനൽ ചർച്ചകളിലൊക്കെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചു വരുന്ന ജിൻഡോ ജോൺ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നത്. പറഞ്ഞതെല്ലാം മറക്കാനുള്ളത് മാത്രമാണെന്നാണ് സാരം. എന്തൊക്കെയായിരുന്നു എന്നതൊക്കെയാണ് ജിൻഡോ ജോൺ ഈ വിമർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. നേരത്തെ ഈ ജാതിവാലുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായി തന്നെ ജിൻഡോ ജോൺ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ VR അനൂപും കോൺഗ്രസിന്റെ വക്താവാണ്, ചാനൽ ചർച്ചകളിലെ സ്ഥിരം മുഖമാണ്. VR അനൂപും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. നേരത്തെ ജാതിവാൽ വിഷയത്തിലും VR അനൂപ് പ്രതികരിച്ചിരുന്നു. ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളായ ശശികലയോടും RV ബാബുവിനോടും കാണിച്ച അനുഭാവം എങ്കിലും കോൺഗ്രസ് KSU നേതാക്കൾ അർഹിക്കുന്നുണ്ട് എന്നതായിരുന്നു VR അനൂപ് വ്യക്തമാക്കിയത്. അപ്പോൾ അവരുടെ അവകാശമാണ് അത് എന്നതൊക്കെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഇവരെ ഇനി ചാനൽ ചർച്ചകളിൽ നിന്ന് വിലക്കണം എന്നതാണ് ഇപ്പോൾ VD സതീശൻ പക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത്. തുടർച്ചയായ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ നിലപാടെടുക്കുന്നു പരസ്യമായി എന്നതാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ വലിയ ചേരിതിരിവ് രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് പരസ്യമായിട്ടുള്ള ഈ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ വ്യക്തമാകുന്നത്. നമുക്കറിയാം വിഴിഞ്ഞം വിഷയത്തിൽ നേരിട്ട് KC വേണുഗോപാൽ തന്നെ അതിൽ രംഗത്ത് വന്നിരുന്നു. അദാനി എല്ലാ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിലും പരസ്യമായി പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. അത് മുഖ്യമന്ത്രിക്കെതിരായ പ്രതികരണമാണ്. മുഖ്യമന്ത്രി സ്വന്തം മറ്റാരോടും ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നു. അതിൽ ധാർഷ്ട്യം തുടരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വിജയത്തിന് വേണ്ടി തെരുവിലിറങ്ങിയ യുവജന സംഘടനകളെ തള്ളിപ്പറയുന്നു എന്നതാണ് ഉയരുന്ന വിമർശനം. എന്തായാലും ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ പ്രതികരണങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ മാധ്യമങ്ങളെ കാണുമ്പോൾ വിശദീകരിക്കും കാര്യങ്ങൾ എന്നതാണ് കരുതുന്നത്. എന്തായാലും ഇപ്പോൾ KPCCക്ക് VD സതീശൻ പക്ഷം പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിലെന്ത് നടപടി ഉണ്ടാകുന്നു എന്നതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടുന്നതാണ്.